ഒരിക്കലും ഒരു നാട്ടിലൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ ഒരു സ്വഭാവ രീതിയായിരുന്നു തൻ്റെ രാജ്യത്ത് തൻ്റെ രാജകൊട്ടാരം വളരെയധികം വളരണം. അതിനുവേണ്ടി പല രീതിയിലുള്ള പല സമ്പാദ്യങ്ങളും ഒരുപാട് ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു വ്യാകുലതയും പ്രവർത്തനവുമായിരുന്നു ആ രാജാവിൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും രാജാവിന് മാരകമായ രോഗം പിടിപെട്ടു. തൻ്റെ രാജ്യത്തുള്ള സർവ്വവിദഗ്ധരായ ഡോക്ടർമാരെയും കൊണ്ടുവന്ന് തന്നെ ചികിത്സിക്കാൻ വേണ്ടി അവിടെ ഏർപ്പാടാക്കി. അവർ ചികിത്സിച്ചു, വർഷങ്ങളോളം മാസങ്ങളോളം അവർ ചികിത്സിച്ചു. പക്ഷേ അവസാനം ഡോക്ടർമാർക്ക് കൈവയ്യേണ്ട ഒരവസ്ഥയിലെത്തിയ സമയത്ത് താൻ മരിക്കുമെന്ന് ഒരു ബോധ്യം വന്ന സമയത്ത് രാജാവ് തൻ്റെ അണികളെയെല്ലാം ഒരുമിച്ച് കൂട്ടി. തൻ്റെ പ്രജകളെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് തൻ്റെ പ്രജകളോട് പറഞ്ഞു, 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഏൽപ്പിക്കുകയാണ്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നിങ്ങൾ എന്നെ ചെയ്യണം. എന്നെ 3 കാര്യങ്ങൾ ചെയ്തിട്ടേ നിങ്ങൾക്ക് മയ്യത്ത് കബറടക്കാവൂ എന്ന് ആ രാജാവ് തൻ്റെ പ്രജകളോട് വസിയത്ത് ചെയ്തു. നിങ്ങളിത് ചെയ്യുമല്ലോ എന്ന് ചോദിച്ചു. അനുയായികളെല്ലാം പറഞ്ഞു, രാജാവേ, നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കും. നിങ്ങൾ 3 കാര്യങ്ങൾ എന്താ, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ഒന്നാമതായിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കൽ, എൻ്റെ കഫൻ ചെയ്യൽ, കബറടക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്നെ ഈ ചികിത്സിച്ച ഈ ഡോക്ടർമാർ ഇവർ തന്നെ നിർവഹിക്കണം എന്നുള്ള എൻ്റെ ഒന്നാമത്തെ ആഗ്രഹമാണ്. എല്ലാം എന്നെ ഇത്ര കാലം ചികിത്സിച്ച ഈ ഡോക്ടർമാർ തന്നെ, എന്നെ പരിപൂർണമായ രീതിയിൽ ചികിത്സിച്ച ഡോക്ടർമാർ തന്നെ എന്താക്കണം, എൻ്റെ മയ്യത്ത് കബറടക്കുന്ന മയ്യത്തുമായി സംസ്കരണം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. അവരതിന് എത്രയാണോ പണം ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞു. രണ്ടാമതായിട്ട് രാജാവ് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് ഡോക്ടർമാർ കുളിപ്പിച്ച് എല്ലാ കർമ്മങ്ങളും ചെയ്ത് എൻ്റെ രാജകൊട്ടാരത്തിൽ നിന്ന് എന്നെ മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആ വഴിയിലുടനീളം മുഴുവനായിട്ടും ഒരുപാട് സ്വർണങ്ങളും എൻ്റെ സമ്പാദ്യങ്ങളും മുഴുവനും നിങ്ങൾ വിതരണം. എല്ലാ സമ്പാദ്യങ്ങളും ഞാൻ പോകുന്ന എൻ്റെ ശവം കൊണ്ടുപോകുന്ന എൻ്റെ ബോഡി കൊണ്ടുപോകുന്ന വഴിയിലൂടെ നിങ്ങൾ എന്താക്കണം, എല്ലാ സമ്പാദ്യങ്ങളും ഇങ്ങനെ വിതറിക്കൊണ്ടേയിരിക്കണം. ഞാൻ ഇത്ര കാലം സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ ഇങ്ങനെ വിതറിക്കൊണ്ടേയിരിക്കണം. മൂന്നാമതായിട്ട് രാജാവ് പറഞ്ഞു, എന്നെ നിങ്ങൾ ഒരു പലകയിൽ ഇങ്ങനെ മയ്യത്ത് ചുമന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ശരീരം മുഴുവൻ നിങ്ങൾ മറച്ചു കൊണ്ടുപോകുമല്ലോ. എന്നാൽ ആ സമയം എൻ്റെ 2 കൈകൾ നിങ്ങളങ്ങനെ പുറത്തേക്ക് ഇട്ടുകൊണ്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ഈ 3 കാര്യങ്ങൾ രാജാവ് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ പ്രജകൾ ചോദിച്ചു, എന്തൊക്കെയാ രാജാവ്, അത്ഭുതമായ, ആരും തന്നെ ഒരിക്കലും പറയാത്ത, ഒരിക്കലും വസിയത്ത് ചെയ്യാത്ത അത്ഭുതകരമായ 3 കാര്യങ്ങളാണല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പ്രജകൾക്ക് അത്ഭുതം തോന്നിയത് ഒന്നാമത്തതോ മൂന്നാമത്തോ കാര്യമല്ല. അവർക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയത് 2ാമത്തെ കാര്യമാണ്. ഇത്രയും കാലം സമ്പാദിച്ച സമ്പാദ്യം ഏതായാലും നിങ്ങൾ മരിച്ചു പോവുകയല്ലേ, പിന്നെ എന്തിന് ഈ സമ്പാദ്യം മുഴുവനും നിങ്ങൾ നശിപ്പിച്ച് കളയണം എന്നുള്ള ഒരു വ്യാകുലത ആ പ്രജകൾക്കുള്ളിൽ വന്നു. എന്താണ് രാജാവ് ഇങ്ങനെ ഈ ഒരു 3 കാര്യം ആരും തന്നെ പ്രത്യേകമായിട്ട് ഇതുവരെ മരിക്കുന്ന സമയത്ത് ആരും വസിയത്ത് ചെയ്യാത്ത ഈ 3 കാര്യം നിങ്ങൾ എന്തിനാണ് വസിയത്ത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, ഒന്നാമത്തെ കാര്യം ഞാൻ വസിയത്ത് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം, എന്നെ ചികിത്സിച്ച ഡോക്ടർമാരെ കൊണ്ട് തന്നെ എൻ്റെ കബറടക്കവും എൻ്റെ സംസ്കരണങ്ങളും മുഴുവനും ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, ഈ ഡോക്ടർമാർക്കൊക്കെ ചികിത്സിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. വൈദ്യന്മാർക്കൊക്കെ ഒരു മനുഷ്യനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് ആ ഡോക്ടർമാർക്ക് മനസ്സിലാക്കി കൊടുക്കാനും, അതുപോലെ എൻ്റെ ഈ രാജ്യത്തുള്ള എൻ്റെ ഈ അനുയായികൾക്ക്, എൻ്റെ ഈ പ്രജകൾക്ക് മുഴുവനും മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ്. ഡോക്ടർമാർക്കൊക്കെ ഒരു പരിധിയുണ്ട്, ഡോക്ടർമാർക്ക് മുകളിൽ ഒരു വലിയ ഡോക്ടറായ അള്ളാഹു ഉണ്ട് എന്നറിയിച്ചു കൊടുക്കാനും വേണ്ടിയാണ് ഈ രാജാവ് ഒന്നാമതായിട്ട് എൻ്റെ എല്ലാ സംസ്കരണത്തിലും ഈ ഡോക്ടർമാരെ കൊണ്ട് തന്നെ, എന്നെ ചികിത്സിച്ച ആളുകളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം. 2ാമത്തെ കാരണം അവർ ചോദിച്ചു, എന്തിനാണ് രാജാവെ എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് വഴിന്ന് ഉടനീളം സമ്പത്തും സ്വർണവും എല്ലാം വിതരണമെന്ന് പറഞ്ഞത്? രാജാവ് പറഞ്ഞു, ഇത്രയും കാലം വർഷങ്ങളോളം ഞാൻ വെട്ടിപ്പിടിച്ച് ഒരുപാട് രക്തം ചിന്തി ഈ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. അതിതാ ഒന്നും ഞാൻ കൊണ്ടുപോകാതെ വയലിത് അങ്ങനെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഈ സമ്പാദ്യം നമുക്ക് നാളേക്ക് ഉപകരിക്കില്ല. നാം എടുത്തു വെച്ച ഈ സമ്പാദ്യം നാളേക്കൊരു മനുഷ്യനും ഉപകരിക്കില്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് രാജാവ് പറയുന്നു. മൂന്നാമതായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് രാജാവെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൈ 2 പുറത്തേക്കിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ് എൻ്റെ കൈ 2 ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാ, കൈ ഇങ്ങനെ മുറുക്കി പിടിച്ച് ജനിച്ചു വീണ് ഞാൻ
ഇപ്പോൾ കൈമലർത്തിക്കൊണ്ട് ഒന്നും ബാക്കിയാക്കാത്ത രീതിയിൽ, ഒന്നും കൊണ്ടുപോകാത്ത രീതിയിൽ, എൻ്റെ രാജകൊട്ടാരമോ ഒന്നും തന്നെ നാളേക്ക് വേണ്ടി എൻ്റെ ആ ഖബറിനകത്തേക്ക് കൊണ്ടുപോകാത്ത രീതിയിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ഈ 3 രീതിയിലൂടെയും 3 നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ മരണശേഷം ചെയ്യണമെന്ന് ഞാൻ വസിയത്ത് ചെയ്തത് എന്ന് പ്രജകളോട് പറയുമ്പോൾ, ഈ രാജാവിൻ്റെ ഈ 3 വസിയത്തിലൂടെ നമുക്ക് വലിയൊരു നിർദ്ദേശമാണ് തരുന്നത്. വലിയൊരു നിർദ്ദേശമാണ്. ജീവിതത്തിന് മരണത്തിൻ്റെ തൊട്ട് മുൻപ് ഹിദായത്ത് ലഭിച്ച രാജാവ് തനിക്ക് തൻ്റെ സുഖങ്ങളല്ല, രാജസുഖങ്ങളല്ല ഏറ്റവും നല്ലത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവസാനം അള്ളാഹു ഹിദായത്ത് ഖൽബിലേക്ക് ഇട്ടുകൊടുത്തൊരു രാജാവിന് തോന്നിയ ഈ 3 ചിന്തകളാണ്. ഈ 3 ചിന്തകളിലൂടെ ജനങ്ങൾക്കും എൻ്റെ പ്രജകൾക്കെല്ലാം ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുള്ളൊരു ചിന്ത രാജാവിൻ്റെ മനസ്സിൽ ഉദിച്ചപ്പോഴാണ് രാജാവ് ഇങ്ങനെ ഈ ഒരു 3 വസിയത്ത് ചെയ്തത്. ഈ വസിയത്തിലൂടെ നമുക്ക് നൽകുന്ന ഓരോ പാഠമാണ്. നാം ചെയ്യുന്ന സമ്പാദ്യമാകട്ടെ, നാം ചെയ്യുന്ന ഏത് കാര്യമാകട്ടെ, ആഖിറ ലോകത്തേക്ക് നാം ഉപകരിക്കണമെങ്കിൽ അതിന് നന്മയുടെ പാതയിൽ നാം ചെലവഴിച്ചാൽ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അല്ലാതെ നാം സമ്പത്ത് ഇങ്ങനെ കുന്നുകൂട്ടി എത്രത്തോളം വെക്കുന്നുണ്ടോ, നാളെ അതൊക്കെ നമുക്കൊരു പക്ഷേ അത് നമുക്ക് എതിരായി ഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും വരിക എന്ന് നാം ഓർത്തുകൊണ്ട് ഈ 3 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ആണയിട്ടുകൊണ്ട് ഈ ചിന്ത ഒരു മനുഷ്യനുടനീളം ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കുകയാണെങ്കിൽ, അവനെ മരണത്തെ ആലോചിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ അവനാണ് സ്വർഗ്ഗാവകാശി, അവനാണ് ഏറ്റവും വിജയത്തിലേക്ക് എത്തിക്കുന്ന ഉത്തമ മനുഷ്യനും. ഇതുപോലെയുള്ള ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.